നിറഞ്ഞ സുന്ദരമായ ഗ്രാമപ്രദേശം, അതിൽ കൊട്ടാരം പോലൊരു വീട്. രാവിലെ എണീച്ച് കുളിച്ച് തലയിൽ കെട്ടുമായി തുളസിയില പറിക്കുന്ന നമ്മുടെ സരസ്വതി ടീച്ചർ. തുളസിയില മറ്റൊന്നിനുമല്ല, നമ്മുടെ ഉണ്ണിക്കണ്ണനെ നേഴിക്കാനാണ്. കൃഷ്ണായ വാസുദേവായ ഹരായ പരമാത്മനെ, എൻ്റെ പൊന്നു കൃഷ്ണ, മക്കളെയൊക്കെ കാത്ത് കൂടെ ഉണ്ടാവണേ. എല്ലാത്തിനും ഓടിപ്പായാനുള്ള സമയവും ത്രാണിയും ഒക്കെ തരണേ. കൃഷ്ണ, ഗുരുവായൂരപ്പ, കാത്തുരക്ഷിക്കണേ എന്ന് പറഞ്ഞ് സരസ്വതി അമ്മ ആ പറിച്ച തുളസിയില കൃഷ്ണൻ്റെ കാൽക്കൽ അർപ്പിക്കുന്നു. നനഞ്ഞ മുടിക്കെട്ടിൽ കെട്ടിയിരുന്ന തോർത്തുമുണ്ടെല്ലാം മാറ്റി മുടിയെല്ലാം ചുരുക്കിക്കെട്ടി ഉള്ളിലേക്ക് വന്ന് ചായ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ പാത്രം അടുപ്പത്ത് വെക്കുന്നതിനോടൊപ്പം തന്നെ അതിനുശേഷം വെളിയിൽ വന്ന് പത്രക്കെട്ടെടുക്കാനും ഗേറ്റ് തുറന്നിടാനും അതിനോടൊപ്പം തൻ്റെ മക്കളെയും കൊച്ചുമക്കളെയും വിളിച്ചെണീപ്പിക്കാനും മറക്കുന്നില്ല ആ അമ്മ. മഹേഷേ എണീക്ക്, വിഷ്ണു ഗാതെ എണീക്ക്, കുഞ്ഞി എണീക്ക്. അപ്പോഴത്തേക്കും നമ്മുടെ ചായയൊക്കെ റെഡിയായി കഴിഞ്ഞു. വീണ്ടും കുഞ്ഞിയുടെ അലാറം ബെല്ലാണ് അടിക്കുന്നത്. വീണ്ടും നമ്മുടെ അലാറമൊക്കെ ഓഫ് ചെയ്തിട്ട് കുഞ്ഞ് വീണ്ടും കിടക്കുകയാണ്. നമ്മുടെ സരസ്വതി ടീച്ചർ വീണ്ടും അവിടേക്ക് എത്തി കുഞ്ഞിയെ വഴക്ക് പറയുന്നു. അലാറം ഓഫാക്കി വെക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് അലാറം വെക്കുന്നത് എന്ന് ചോദിച്ച്. എണീക്കണമെന്ന് മനസ്സിലൊരു വിചാരം ഉണ്ടെങ്കിൽ ഒരു അലാറവും വേണ്ട, താനെ എണീക്കും. ഏടി എണീക്കാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് പുതപ്പെല്ലാം മാറ്റുന്നുണ്ടേ. എൻ്റെ പൊന്നമ്മേ, ഞാൻ എണീക്കുക, ഉണർന്നതിൻ്റെ ഹാങ് ഓവറിലൊന്നുകൂടെ കിടന്നതാ. അതെ, ഇന്നലെ രാത്രിയിൽ എന്തൊക്കെയായിരുന്നു മേളം. ഉറങ്ങി എണീച്ചപ്പോഴത്തേക്കിനും ടീച്ചിങ് പ്രാക്ടീസിൻ്റെ കാര്യമൊക്കെ മറന്നുപോയോ? എൻ്റെ അമ്മോശ്ശേ, ഞാനങ്ങ് മറന്നുപോയി എന്നും പറഞ്ഞ് പെട്ടെന്ന് ചാടി എണീച്ച് കുഞ്ഞെല്ലാം റെഡിയാകും കേട്ടോ. മുടിയൊക്കെ കെട്ടുന്നതിനിടയ്ക്ക് പറയുന്നുണ്ട് 2 ചാർട്ടും കൂടെ എഴുതാനുണ്ട്, എത്രയും പെട്ടെന്ന് അത് കംപ്ലീറ്റ് ചെയ്യണം, അമ്മയും കൂടെ എന്നെ ഒന്ന് സഹായിക്കുക എന്ന് പറഞ്ഞിട്ട് ചാർട്ട് എഴുതാനായിട്ട് പോവുക കേട്ടോ. പക്ഷേ ചാർട്ട് എഴുതാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും ചാർട്ടെല്ലാം റെഡി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുവാണ്, രാത്രിയിൽ അമ്മ ഇത്രയും സമയത്ത് ഇതെല്ലാം കഴിഞ്ഞിട്ടാണോ, ഇതെല്ലാം ചാർട്ടെല്ലാം വരച്ചിട്ടാണോ കിടന്നുറങ്ങിയത് എന്നും പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടു കൂടി അടുക്കളയിൽ വന്ന് നമ്മുടെ ടീച്ചർ അമ്മേനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ സരസ്വതി ടീച്ചർ പറയുന്നുണ്ട്, സോപ്പൊന്നും വേണ്ട, അങ്ങോട്ടേക്ക് ഇറങ്ങാൻ നോക്ക്. സരസ്വതി ടീച്ചറിൻ്റെ അടുത്ത മകളാണ് രാധ. കെട്ടിയിരിക്കുന്നത് ഓഫീസറെയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ എണീക്കണം എന്നുള്ള വിചാരത്തോടു കൂടി ഹസ്ബൻഡ് അലാറം വെച്ചിട്ടാണ് കിടക്കുന്നത്. പക്ഷേ എണീക്കുന്നത് അലാറം വെച്ചിട്ട് കിടക്കും, എണീക്കുകയില്ല. അതെങ്ങനെയാണ്, കൂർക്കം വലിയുടെ സൗണ്ട് കൊണ്ട് മറ്റുള്ള സൗണ്ടുകളൊക്കെ എങ്ങനെ കേൾക്കാനാ എന്ന് പറഞ്ഞിട്ട് രാധ ബെല്ലൊക്കെ നിർത്തിയിട്ട് വിഷ്ണുവേട്ടനെ വിളിച്ച് എണീപ്പിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ടീച്ചറമ്മ പാറുവെന്നും വിളിച്ചുകൊണ്ട് ഇനി ഒരാളുടെ അടുത്തേക്ക് വരുവാണ് കേട്ടോ. നമ്മുടെ പശുക്കുട്ടിയാണ്, പ്രസവിച്ച് 2 ആഴ്ചയായിട്ടുള്ളൂ, കുട്ടിയൊക്കെ ഉണ്ട്. അതുപോലെ പാല് കറക്കാനായിട്ട് ആളെ രാവിലെ കാത്തുകൊണ്ട് നിൽക്കുകയാണ് 2 ആളും. കറക്കാൻ വരുന്ന ആളുടെ പേര് തമ്പി. അങ്ങനെ തമ്പി ഇപ്പോൾ വരുമോ എന്നിങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും പാറുവായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ടീച്ചറമ്മ. അപ്പോഴത്തേക്കിനും നമ്മുടെ തമ്പി അങ്ങോട്ടേക്ക് വരിക കേട്ടോ. അപ്പോൾ പറയും, ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുവേ. അപ്പോൾ എന്താന്ന് ചോദിക്കും. അല്ല, തമ്പിയുടെ കാര്യം ഞാനിപ്പോൾ പാറുവിനോട് പറയുമായിരുന്നു എന്ന് പറയും. അങ്ങനെ പാറുവിന് കൊടുക്കാനുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ടീച്ചറമ്മ അവിടേക്ക് പോകുന്ന അതിനിടയ്ക്ക് വീണ്ടും രാധനെ കാണിക്കുന്നുണ്ടേ. വിഷ്ണു ഭർത്താവ് എണീച്ചിട്ടില്ല, നിങ്ങളൊന്നും എണീക്കുന്നുണ്ടോ, എത്ര നേരമായി എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും എണീപ്പിച്ചൊക്കെ വിടുന്നുണ്ട് കേട്ടോ. അടുത്ത ആളാണ് മഹേഷ്. 2 പെണ്ണുങ്ങളും ഒരു ആൺകുട്ടിയുമാണ് നമ്മുടെ ടീച്ചറമ്മയ്ക്കുള്ളത്. അപ്പം രാവിലെ ഭാര്യയുമായിട്ട് കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. താരം വ്ളോഗറാണ്. രാവിലെ എണീച്ച് തന്നെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മഹേഷ് ഏട്ടനെ വിളിച്ച് എണീപ്പിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ താരം കുളിച്ച് ഫ്രഷപ്പായിട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി ഫ്രഷപ്പായിട്ട് വന്ന് വീണ്ടും മഹേഷിനെ എണീപ്പിച്ചതിന് ശേഷം ബെഡിൽ കയറി കിടക്കുന്നു. നമ്മുടെ യൂട്യൂബ് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് മൊബൈലൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് കിടക്കുന്നത്. പെട്ടെന്ന് തന്നെ ചാടി എണീച്ച് പതുപ്പൊക്കെ മാറ്റി എണീച്ച് വന്നിട്ട് പറയുകയാണ്, ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എൻ്റെ സ്റ്റാർട്ടാകുന്നത് ഇങ്ങനെയാണ്, ഞാൻ എപ്പോഴും ഇങ്ങനെ ഫ്രഷപ്പായിട്ടാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറയാണ് കേട്ടോ. നമ്മുടെ മഹേഷ് ഏട്ടനാണെങ്കിൽ നമ്മുടെ ബോഡിയിലൊക്കെ ഹെൽത്തൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജിമ്മൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പം നമ്മുടെ വ്ളോഗറിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്, ഇതെൻ്റെ ഹസ്ബൻഡാണ് മഹേഷ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം അതിനിടയ്ക്ക് നമ്മുടെ താരം എല്ലായിടത്തോടെയും ഓടി നടന്ന് ഓരോരോ കുട്ടികളെയും അമ്മായിയമ്മേനെയും ഒക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കാണുന്നത് മേക്കപ്പ് ഇല്ലാത്ത എൻ്റെ ക്ലീൻ ഫേസാണ്. വരുന്നതേ എൻ്റെ ഭർത്താവാണ് മഹേഷ് ഏട്ടൻ. ആളെ ഭയങ്കര ഹെൽത്ത് കോഷ്യൻസ് ആണ്. രാവിലെ തന്നെ വർക്കൗട്ടിന് ഇറങ്ങുകയാണ്. മഹേഷ് ഏട്ടാ, നമ്മുടെ വ്യൂവേഴ്സിനൊരു ഹായ് കൊടുത്തേ. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഓക്കെ എന്ന് പറഞ്ഞിട്ട് മഹേഷ് അങ്ങോട്ട് പോവും. അപ്പോൾ നമ്മുടെ ഓക്കെ ബായ് എന്ന് പറയുന്നുണ്ട്.
അപ്പം നിങ്ങൾ എൻ്റെ ഹസ്ബൻഡിനെ പരിചയപ്പെട്ടല്ലോ. ഇനി നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്ന എൻ്റെ വീട്ടിലെയും അതുപോലെ വീട്ടുകാരെയുമാണ്. ഹായ് ഗായ്സ്, ഇതാണ് വിഷ്ണുവേട്ടൻ, മഹേഷ് ഏട്ടൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്. ആളെ സർക്കിൾ ഇൻസ്പെക്ടറാണ്. ഇവിടുന്ന് കുറച്ച് അകലെയായിട്ടാണ് സ്റ്റേഷൻ. പിന്നെ വ്യാജ പ്രൊഫൈലിൽ നിന്ന് എനിക്ക് കമൻറ്റ് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അച്ചി വീട്ടിൽ അഹങ്കാരമില്ലാതെ താമസിക്കുന്ന ഒരു മാന്യ മനുഷ്യനാണ്. ഇതാണ് വിഷ്ണുവേട്ടൻ്റെ മൂത്ത മോൾ കല്യാണി. വലിയ പഠിപ്പിസ്റ്റുമാണ്, ആർട്ടിസ്റ്റുമാണ്. 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞങ്ങളൊക്കെ കല്ലു എന്ന് വിളിക്കും. ഇനി അടുത്തയാളെ പരിചയപ്പെടാം. ഇത് കാവ്യ. നമ്മളുടെ ചാനലിലെ ബ്യൂട്ടി ടിപ്സൊക്കെ നന്നായിട്ട് ഫോളോ ചെയ്യുന്നയാളാണ് അല്ലേ കുട്ടി? അതെ കുട്ടി. കാവ്യ 3ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഇനി നമുക്ക് മെയിൻ താരത്തെ പരിചയപ്പെടാം. യെസ് ഗായ്സ്, ഇതാണ് നമ്മുടെ കിച്ചൺ. ഇതാണ് മഹേഷ് ഏട്ടൻ്റെ അമ്മ സരസ്വതി അമ്മ. അമ്മ പ്രൈമറി സ്കൂൾ ടീച്ചറാണ്. പക്ഷേ അമ്മയ്ക്ക് അതിൻ്റെ അഹങ്കാരമൊന്നുമില്ല. 7:30 വെളുപ്പിന് എണീച്ച് പാതിരാത്രി വരെ ജോലി ചെയ്ത് വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന തറവാട്ടമ്മയാണ് എൻ്റെ അമ്മായിയമ്മ. അമ്മേ, എൻ്റെ വ്യൂവേഴ്സിനൊരു ഹായ് പറഞ്ഞേ. അപ്പോഴത്തേക്കും നോക്കി ഇങ്ങനെ പതിയെ ചിരിക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മുടെ താരത്തിൻ്റെ കൈ കൊണ്ട് അമ്മയുടെ കയ്യിലിരുന്ന ദോശമാവ് മുഴുവൻ താഴെ പോകും. ശേ, ഈ നേരെ ഇല്ലാത്ത നേരത്താണ് എന്ന് പറഞ്ഞിട്ട് ദോശമാവെല്ലാം വാരിയെടുത്ത് കളയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ തമ്പി പശുവിനൊക്കെ കറന്നിട്ട് പാലുമായിട്ട് വരും കേട്ടോ. പാൽ ഇത്തിരി കൂടിയിട്ടുണ്ട്. 2 ആഴ്ച ആയല്ലോ പേറ് കഴിഞ്ഞിട്ട്. അപ്പം ഇനിയും പാല് കൂടും. കന്നിന് കൂടുതൽ കുടിക്കാൻ കൊടുക്കണേ തമ്പി, അതിനാകെ ഇതേ ഉള്ളൂ. അതാ നമ്മൾ കട്ടെടുക്കുന്നത് എന്നിങ്ങനെ ടീച്ചറമ്മ പറയും കേട്ടോ. അപ്പം തമ്പി പറയുന്നുണ്ട്, കറക്കുന്നത് ഒരു കള്ളത്തരമല്ല കേട്ടോ. അല്ല, ഇതുവരെ മോളി വന്നില്ലേ? ഇല്ലെന്നേ. മക്കളാരും അടുക്കള കയറത്തില്ലല്ലേ? ഓ, അവർക്കൊക്കെ ഓരോരോ തിരക്കല്ലേ. തമ്പിക്ക് ചായ എടുക്കട്ടെ? അയ്യോ വേണ്ട, സുധേൻ്റെ അടുത്ത് കറവയും കൂടെ കഴിഞ്ഞിട്ട് വേണം സൊസൈറ്റി കൊണ്ടുപോയി പാല് കൊടുക്കാൻ. ശരി ടീച്ചറെന്ന് പറഞ്ഞിട്ട് തമ്പി പാലുമായിട്ട് പോകുന്നുണ്ടേ. പിന്നെ നമ്മുടെ താരം ഷൂട്ടിങ്ങുമായിട്ടൊക്കെ നമ്മുടെ വീണേൻ്റെ അടുത്തോട്ട് വരികയാണേ, അതായത് കുഞ്ഞി. അപ്പോൾ കുഞ്ഞി കുളിച്ച് റെഡിയായി. ഇന്ന് ടീച്ചറിൻ്റെ പെർഫോമൻസ് ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് റെഡിയായി വർക്കൗട്ട് ചെയ്ത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീണ. ഇതാണ് ഇളയ നാത്തൂൻ. ഇപ്പോഴേ BEdന് പഠിച്ചുകൊണ്ടിരിക്കുക. ഏട്ടത്തി എന്നെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നൊന്നും എനിക്കിഷ്ടമല്ല. അതെ നാത്തൂനെ, നിറം കുറച്ച് കുറവായതിൻ്റെ ദേഷ്യം. സാരമില്ല, മോള് പഠിച്ചു കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ താരം അവിടെ നിന്ന് ക്യാമറയായിട്ട് പോവുകയാണേ. അടുത്തായിട്ട് നമ്മുടെ താരത്തിൻ്റെ ഹസ്ബൻഡിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ വെളിയിൽ നിന്നിട്ട് പുള്ളിക്കാരൻ വർക്കൗട്ട് ചെയ്യുകയാണ്. പക്ഷേ കണ്ണ് മുഴുവൻ അപ്പുറത്തെ വീട്ടിലെ ടെറസിൻ്റെ മേലോട്ടാണ്. കാരണം മറ്റൊന്നുമല്ല, അവിടെ ഒരു പെൺകുട്ടി നിന്ന് തുണി വിരിക്കുന്നുണ്ട്. അപ്പം അവളെ നോക്കിയിട്ട് ചിരിച്ച് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ താരം മഹേഷ് ഏട്ടനെ ചായയുമായിട്ട് അങ്ങോട്ടേക്ക് ഷൂട്ടിങ്ങിനായിട്ട് വരുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച അവർ രണ്ടാളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ്. പിന്നെ നമ്മുടെ താരത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ മഹേഷ് പെട്ടെന്ന് തന്നെ നമ്മുടെ ശൃംഗാരപരവശനായിട്ട് കൈ നീട്ടിക്കൊണ്ട് നമ്മുടെ താരത്തിൻ്റെ അടുത്തോട്ട് വരാനായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൈയൊക്കെ നീട്ടിയിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ, വാന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മുടെ താരം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് മുഖമൊക്കെ ഉയർത്തി ചായ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്ന പോലെ കാണിച്ചിട്ട് പെട്ടെന്ന് തന്നെ മുഖഭാവം മാറ്റി ചായ വെളിയിലോട്ട് താഴോട്ട് ഒഴിച്ച് കളയുവാണേ. അതിനിടയ്ക്ക് നമ്മുടെ രാധ ഇതുവരെയും എണീച്ചിട്ടില്ല കേട്ടോ. 2 കുട്ടികളുണ്ട് എങ്കിൽ പോലും എണീച്ചിട്ടില്ല. എന്നിട്ട് ഹസ്ബൻഡ് കുളിച്ച് ഷൂ ഒക്കെ ഇടാനായിട്ട് ബെഡേ വന്നിരിക്കുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് ആ വെളിയിലെങ്ങാനും പോയിരുന്ന് ഇട്ടുകൂടെ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ രാധ വിഷ്ണുവേട്ടനെ വെളിയിലോട്ട് വിടുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കുട്ടികളൊക്കെ ഇരുന്ന് പഠിക്കുകയാണ്. അപ്പോഴത്തേക്കിനാണ് വിഷ്ണു അങ്ങോട്ടേക്ക് ചെരുപ്പുമായിട്ട് വരുന്നത്. അപ്പോൾ ചെറിയ സന്താനം ചോദിക്കും, നമ്മുടെ കാവ്യമോള് ചോദിക്കും, അച്ഛനെ അമ്മ ഗെറ്റ് ഔട്ട് അടിച്ചു എന്ന് ചോദിക്കും. അന്നേരത്തേക്കും നമ്മുടെ കല്ലുമോള് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയണ്ട. അപ്പം നമ്മുടെ കല്ലു വിളിക്കുന്നത് തുമ്പിന്നാണ് കേട്ടോ. അപ്പോൾ തുമ്പിന്ന് വിളിക്കുന്നത് നമ്മുടെ കുഞ്ഞു കാവ്യക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്നെ കാവ്യ എന്ന് വിളിച്ചാൽ മതി എന്ന് പറയും കേട്ടോ. അപ്പം നമ്മുടെ കല്ലു പറയും, ശരി എന്നാൽ കാവ്യ VR എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിന് അമ്മ എല്ലാവർക്കും ഭക്ഷണമൊക്കെ ആയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ട് വിഷ്ണുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. വിഷ്ണു ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്ന് വെച്ചപ്പോഴത്തേക്കിന് നമ്മുടെ തുമ്പിമോൾ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മമ്മ ഇന്ന് കഴിക്കാമെന്ന് ചോദിക്കുവേ. അന്നേരം ദോശയും സാമ്പാറും എന്ന് പറയും കേട്ടോ. എനിക്കിന്ന് ദോശയും സാമ്പാറും വേണ്ട, എനിക്ക് പൂരി മതി. അയ്യോ, പൂരി വൈകുന്നേരം ആക്കി തരാമെന്ന് ഇങ്ങനെ പറയുക ടീച്ചറമ്മ. അപ്പോഴത്തേക്കിനും നമ്മുടെ മൂത്ത മോൾ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയും, അവൾ കുഞ്ഞല്ലേ അമ്മേ, അവൾക്ക് പൂരിയാക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് രാധ അങ്ങോട്ട് വന്നിരിക്കും. അപ്പോഴത്തേക്കിനും നമ്മുടെ ടീച്ചറമ്മയുടെ സകല പിടുത്തവും വിടും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കല്ലുമോളൊക്കെ നോക്കുന്നുണ്ട്, അമ്മമ്മേനെ നോക്കുന്നുണ്ടേ. അങ്ങനെ നമ്മുടെ തുമ്പിമോൾക്ക് പൂരിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നമ്മുടെ താരത്തിന് ചായ ആയിട്ട് നിൽക്കുവാണേ. ഇതാ ചായ കുടിക്കുക.
എനിക്ക് ചായ ഒന്നും വേണ്ട. അതിനിടയ്ക്ക് വിഷ്ണു ചോദിക്കുന്നുണ്ട് ഡേ ഇൻ മൈ ലൈഫ് കഴിഞ്ഞോന്നേ. അപ്പോഴത്തേക്കിനും അമ്മായിയമ്മ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ടീച്ചറമ്മ തന്നെ ചോദിക്കുവാണ് താരത്തിൻ്റെ അടുത്ത് എന്ത് പറ്റിയും ചോദിക്കും. അന്നേരം പറയും എനിക്കൊന്നും പറ്റിയില്ല. എവിടെ കമ്പിലൊരു തുണി ചുറ്റി കണ്ടാലും വായി നോക്കി പോകുന്നൊരു മോനുണ്ടല്ലോ, അവനൊന്നും പറ്റാതിരിക്കാൻ നോക്കാൻ പറയുവേ. അതെ, അവൻ 2 പെൺപിള്ളേരുടെ ഇടയിൽ കിടന്ന് വളർന്നതാണ്. അതുകൊണ്ട് പെൺപിള്ളേരോടാ അവന് കൂടുതൽ കൂട്ട്, വേറൊന്നും ഇല്ല എന്ന് പറയുവേ. എന്ത് ചെയ്തെന്നാലും മക്കളെ കൂട്ടുപിടിക്കുന്ന ഒരമ്മ മക്കളെ ന്യായീകരിച്ചോണം എന്നൊക്കെ നമ്മുടെ താരം പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ വിഷ്ണു വന്നിട്ട് പറയും, ചായ എനിക്കിങ്ങിതാ അമ്മേ, ഞാനത് കുടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിഷ്ണു ചായ മേടിച്ച് കുടിക്കുന്നുണ്ട്. പിന്നെ കേസ് എടുക്കേണ്ട എന്തെങ്കിലും വിഷയമാണെങ്കിൽ പറയണേ രേണു, നമുക്കത് കൈകാര്യം ചെയ്യാം. അളിയനെ സ്റ്റേഷനിൽ നിക്കറെ നിർത്തി നല്ല ഇടി ഇടിക്കണം എന്നിങ്ങനെ നമ്മുടെ വിഷ്ണു പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ മഹേഷ് പ്രശ്നമായോ എന്നും പറഞ്ഞുകൊണ്ട് പേടിച്ച് ഓടി വരുന്നുണ്ട് കേട്ടോ വരണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ വിഷ്ണു പണി ഒപ്പിക്കുന്നുണ്ട്. അളിയോ, ഈ വർക്കൗട്ട് നമ്മുടെ ദേഹത്തിന് ഗുണമാവുന്നുണ്ടോ എന്നൊരു സംശയം എന്നിങ്ങനെ പറയുവേ. കാണിച്ചു തരാടോ, ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് രേണുവിൻ്റെ അടുത്തോട്ട് മഹേഷ് ഓടി ചെല്ലുവാണേ. അപ്പോഴത്തേക്കും നമ്മുടെ താരം രേണു ബെഡിലിങ്ങനെ ഇരിക്കുക കേട്ടോ. അതെ, അപ്പുറത്തെ വീട്ടിലെ ശ്രുതിക്ക് കുറച്ച് ഉണ്ണിയപ്പം വേണമെന്ന് പറയായിരുന്നു. നിങ്ങളിപ്പോൾ അങ്ങനെ വീട്ടിൽ ഉണ്ണിയപ്പം കച്ചവടം നടത്തണ്ട. എൻ്റെ അടുത്ത് നിങ്ങൾ വെളച്ചിലെടുത്തോണ്ട് വരല്ലേ. പച്ചവെള്ളം ചവച്ച് തിന്നുന്ന ഒരു മുതൽ. എൻ്റെ പൊന്നു രേണു, നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ അവളോട് മിണ്ടുന്നില്ല പോരെ. കൊച്ചുകുട്ടി, അവൾ വെറും എനിക്കൊരു കൊച്ചുകുട്ടിയാ എന്നിങ്ങനെ പറയും കേട്ടോ മഹേഷ്. അപ്പോൾ പറയും നമ്മുടെ താരം പറയും, രേണു പറയുന്നുണ്ട്, കോളേജിൽ പഠിക്കുന്നതല്ലേ കൊച്ചുകുട്ടി, അടവെടുക്കാൻ പറ്റില്ലേ, ഞാൻ വെറും പൊട്ടിയാണെന്ന് നിങ്ങൾക്കൊരു ധാരണ. എൻ്റെ പൊന്നു രേണു, നിനക്ക് എന്നെ വിശ്വാസമില്ലേ. അപ്പോഴത്തേക്കും രേണു പറയുന്നുണ്ട്, ഇല്ല, വിശ്വാസം ഒട്ടും ഇല്ല. ഇങ്ങനെയാണെങ്കിൽ ഞാൻ വിളിച്ച് എൻ്റെ അച്ഛനോട് പറഞ്ഞേക്കാം എന്നിങ്ങനെ പറയാം. അപ്പം നമ്മുടെ മഹേഷ് പറയുന്നുണ്ട്, ഇതിനൊക്കെ അച്ഛനെ ബുദ്ധിമുട്ടിപ്പിക്കണോ. അപ്പോഴത്തേക്കും നമ്മുടെ മോൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അതൊന്നും വേണ്ട എന്നിങ്ങനെ മഹേഷ് പറയുകയാണ്. അപ്പോഴത്തേക്കിനും കുട്ടി വന്നിട്ട് പറയുകയാണ്, അച്ഛനും അമ്മയും എപ്പോഴും എന്തിനാ ഇങ്ങനെ വഴക്ക് പിടിക്കുന്നത്, അച്ഛനും അമ്മയും ബാടാ എന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അവിടെ പണിക്ക് നിൽക്കുന്ന ചേച്ചി ഓടി വരുന്നുണ്ട് കേട്ടോ. എത്തിയോ മോളി എന്നിങ്ങനെ പറയുവേ. എൻ്റെ പണിയെല്ലാം ഒരുങ്ങിയപ്പോഴത്തേക്കിനും നീ കൃത്യമായി ഇങ്ങെത്തിയല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. മോക്ക് വീണ്ടും പനി കൂടി ടീച്ചറമ്മേ, തുമ്പയിട്ട് ആവി പിടിച്ച് ചുക്കുകാപ്പി ഉണ്ടാക്കി കൊടുത്തിട്ടാണ് വരുന്നത്. പറമ്പിലെങ്ങും ഇപ്പോൾ തുമ്പയില്ല തുളസിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിനും നമ്മുടെ ടീച്ചറമ്മ പറയുന്നുണ്ട്, ഇനി ബാക്കി കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് സമയം കളയേണ്ട, പെട്ടെന്ന് ചെയ്യാനുള്ള ജോലികളൊക്കെ ബാക്കി പെട്ടെന്ന് ചെയ്യാൻ പറയുവാണേ. മുറ്റം അടിച്ച് തൊഴുത്തൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടണേ, വേഗം ചെല്ല് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മോളിയെ പറഞ്ഞ് വെളിയിലോട്ട് വിടുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ വീണ അങ്ങോട്ടേക്ക് വരുവേ. അമ്മ, എനിക്ക് സത്യമായിട്ട് നല്ല ടെൻഷനുണ്ട്. ടീച്ചിങ് പ്രാക്ടീസിന് അവിടുത്തെ ടീച്ചേഴ്സൊക്കെ നമ്മുടെ ക്ലാസ് ശ്രദ്ധിക്കില്ലേ. അപ്പോൾ ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട്, അതിന് നിനക്കെന്താ മോളെ. അല്ല, അവരൊക്കെ എന്ത് വിചാരിക്കും. അവരൊക്കെ എന്ത് വിചാരിക്കാൻ എൻ്റെ കുഞ്ഞി, നീ കുട്ടികളെ മാത്രം ശ്രദ്ധിച്ച് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്താൽ മതി. ചുറ്റുമുള്ളവരോ അധ്യാപകരോ ഒന്നും നിനക്ക് വിഷയമാവേണ്ട. കുട്ടികളുമായി കൂട്ടുകൂടി അവരുമായി ഇൻട്രാക്ട് ചെയ്ത് ക്ലാസ് എടുക്കുക. സരസ്വതി ടീച്ചറുടെ മകളുടെ ക്ലാസ് എന്ന പ്രതീക്ഷ അതെനിക്കൊരു ഭാരമാവില്ലേ അമ്മേ. അത് ഭാരമാവേണ്ട, ഊർജ്ജമായാൽ മതി. അതെ, മോള് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ച് ഇറങ്ങാൻ നോക്ക്, എല്ലാം നല്ലതായേ വരൂ. അപ്പോഴത്തേക്കും നമ്മുടെ മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അമ്മേ ആയോ. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ് ഒരു 10-100 എണ്ണം കൂടെ കൂടുതൽ വരത്തില്ലേന്ന് ചോദിക്കുന്നുണ്ടേ. ഉണ്ട്, മാവ് കൂടുതൽ അരച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ടേ. നീ ഇതെടുത്ത് വണ്ടിയിലോട്ട് വെക്കേ. എന്നിട്ട് നമ്മുടെ മഹേഷ് ഇങ്ങനെ കൈയിട്ട് മാവിലൊക്കെ മുക്കിയിട്ട് വായിലെടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് വലിയ ടേസ്റ്റ് ഉണ്ട്, പൊളി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ രേണു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് മോൻ്റെ ടിഫിൻ ബോക്സ് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട്, റിതിമോൻ മുട്ട അതിനകത്തില്ലെങ്കിൽ, മുട്ട വെച്ചിട്ടില്ലെങ്കിൽ ഭക്ഷണം കഴിക്കില്ലെന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ സ്ഥിരമായിട്ടുള്ള തോരനും മോരും അവിയലും പിള്ളേർക്ക് തന്നെ മടുപ്പാകും എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ സരസ്വതിയമ്മ ആകപ്പാടെ മൊത്തം പണിയെല്ലാം എടുത്തിട്ട് വിഷമിച്ച് നിൽക്കുവാണ് കേട്ടോ. മുട്ട വെച്ചാൽ ദേഹത്തൊക്കെ നാറ്റമാവുന്ന മോള് പറഞ്ഞതുകൊണ്ടാണ് അമ്മ അത് വെക്കാതിരുന്നത്. മോള് സങ്കടപ്പെടേണ്ട, അമ്മ അത് ഇപ്പം തന്നെ മുട്ട പൊരിച്ച് പാത്രത്തിനകത്തേക്ക് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. ഇങ്ങനെ മുട്ട പൊരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ടീച്ചറമ്മ നമ്മുടെ ക്ലോക്കിലോട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ടീച്ചർക്കും സ്കൂളിൽ പോകാൻ സമയമായി, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് വേണം സ്കൂളിലും പോകാനായിട്ട്. അപ്പോഴത്തേക്കിനാണ് നമ്മുടെ മാവെല്ലാം എടുത്ത് കൊണ്ടുപോയിട്ട് നമ്മുടെ മഹേഷ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പോകാനായിട്ട് റെഡിയാവുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിക്കുന്നുണ്ട്, നീ പെട്ടെന്ന് വാ, അയ്യോ വരാനായിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ന് നേരത്തെ വരണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ടീച്ചറമ്മേനെ സ്കൂളിൽ നിന്ന് മറ്റുള്ള ടീച്ചർമാരും വിളിക്കുന്നുണ്ട്.
മൊത്തത്തിൽ ടീച്ചറമ്മയ്ക്ക് സ്കൂളിൽ പോകാൻ ധൃതിയാകുന്നുണ്ട്. അതിനിടയ്ക്ക് കുട്ടികളെ ഒരുക്കുന്നതിനും കുട്ടികൾ തല കെട്ടുന്നതിന് വേണ്ടിയിട്ട് അമ്മമ്മേൻ്റെ അടുത്ത് വന്ന് തല കെട്ടാനൊക്കെ നിൽക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. മൊത്തത്തിൽ ഒരു വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി വളരെയധികം ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഒരു ടീച്ചറമ്മേനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ പെട്ടെന്ന് തന്നെ വാനൊക്കെ എടുക്കുക, നീ എന്നെ പെട്ടെന്ന് നോണ്ടേ ആക്ക്, അയ്യോ വന്നിട്ടുണ്ട്, അപ്പോൾ ലേറ്റ് ആയെന്നാൽ പറ്റത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും മകനും പറയുന്നുണ്ട്, അമ്മ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് തന്നെ നമ്മുടെ മഹേഷിനൊരു കോള് വരുന്നുണ്ട്. എടാ അർജൻറ്റായിട്ട് കുറച്ച് പൈസ വേണം, ഒരു 5000 രൂപയാണ് വേണ്ടത്, കുറച്ച് എമൗണ്ട് കൂടുതലായിട്ട് വേണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ടീച്ചറമ്മയുടെ അടുത്ത് മഹേഷ് ചോദിക്കുന്നുണ്ട്, അമ്മ പൈസ ഉണ്ടോ? ഇല്ല, പൈസയൊന്നും ഇല്ല എൻ്റെ കയ്യിലെന്ന് പറയും. എന്നാൽ നോക്കട്ടെ, ഒരു കുറച്ച് പൈസ വീണയുടെ ഫീസിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ അന്ന് എത്ര രൂപയുണ്ടെന്ന് ചോദിക്കാം. 2000. എന്നാൽ 2000 എങ്കിൽ 2000 അത് ഇങ്ങോട്ട് അമ്മ താന്നും പറഞ്ഞുകൊണ്ട് അമ്മയുടെ കയ്യിലിരിക്കുന്ന പൈസ മേടിച്ചിട്ടാണ് രണ്ടുപേരും കൂടെ വാന കയറിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ മഹേഷിന് ജോലി തന്നെ ഈ ഉണ്ണിയപ്പ കച്ചവടമാണ്. അപ്പോഴത്തേക്കിനും ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിന് സ്ഥലത്തോട്ട് ഈ മാവുമായിട്ട് പോവുക കേട്ടോ. അതിനിടയ്ക്ക് കൊച്ചിനെ സ്കൂളിൽ വിടാനും മഹേഷ് പോകുന്നുണ്ട്. ഈ മഹേഷിനൊരു പ്രശ്നമുണ്ടല്ലോ, പെൺപിള്ളേർ എവിടെ നിന്ന് കണ്ടാലും അവിടെയെല്ലാം നിന്ന് സംസാരിക്കും. അപ്പോൾ കുട്ടിയോട് പറയുന്നുണ്ട്, ഇതാ അവിടെ ചേച്ചിമാർ നിൽക്കുന്നത്, അവരോട് ഹായ് പറയണമെന്ന് പറയും. പക്ഷേ കുട്ടി ഹായ് ഒന്നും പറയുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കിനും കുട്ടിക്ക് ഹായ് പറയുന്നില്ലെന്ന് കാണുമ്പോഴത്തേക്കിനും മഹേഷ് ഹായ് പറഞ്ഞിട്ട് അവരോട് നിന്ന് സംസാരിക്കുവാണ്. അപ്പോഴത്തേക്കിനും നമ്മുടെ സരസ്വതി അമ്മ വണ്ടിയിലിരിക്കുക കേട്ടോ. സരസ്വതി അമ്മയ്ക്കാണെങ്കിൽ സ്കൂളിലോട്ട് പോകാനായിട്ട് സമയമായി. ഇപ്പോൾ ടീച്ചർ അവിടെ നിന്ന് മറ്റുള്ള ടീച്ചർമാർ വീണ്ടും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നത്തേക്കിനും പിന്നെ മഹേഷ് വരും കേട്ടോ. നീ ഇത് എവിടെയായിരുന്നു, ഇത്ര നേരമായി എന്നും പറഞ്ഞുകൊണ്ട് പിന്നെയും അടുത്തത് നമ്മുടെ ഉണ്ണിയപ്പ കടയിലോട്ടാണ് പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോഴും അമ്മ കുറച്ച് ഉണ്ണിയപ്പം ഒഴിക്കുക എന്ന് പറഞ്ഞിട്ട് വീണ്ടും അമ്മ ഉണ്ണിയപ്പം ഒഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഡ്രസ്സിൻ്റെ മുകളിൽ നമ്മുടെ കിച്ചണിലിരുന്ന ഡ്രസ്സൊക്കെ എടുത്തിട്ട് വീണ്ടും ഉണ്ണിയപ്പം ഒഴിക്കാൻ പോവുകയാണേ. അതിനിടയ്ക്ക് നമ്മുടെ മേരി ടീച്ചറെ വീണ്ടും വിളിക്കുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട്, നീ ഉണ്ണിയപ്പവും അതും ഇതുമൊക്കെ ഒഴിച്ചുകൊണ്ട് അവിടെ നിന്നോ, ഏയോയുടെ സ്വഭാവം അനുസരിച്ചിട്ട് മിക്കവാറും നിന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടും എന്നൊക്കെ പറഞ്ഞ് ടെൻഷനും അടുപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനും മഹേഷ് ആണെങ്കിൽ അമ്മയെ ഫോണൊന്ന് വെക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അമ്മേനെ പേടിപ്പെടുത്തുന്നുമുണ്ടേ. അപ്പം നമ്മുടെ മഹേഷിൻ്റെ കടയുടെ പേര് തന്നെ മധുരം ബേക്കേഴ്സ് എന്നാണ് കേട്ടോ. അവിടത്തേക്കിന് 2-3 പെൺകുട്ടികൾ കയറി വരും. പെൺകുട്ടികളെ കാണുമ്പോൾ തന്നെ മഹേഷിന് അല്ലെങ്കിൽ ഒരു പ്രശ്നമുള്ളതാണല്ലോ. ഉണ്ടല്ലോ, ഫ്രഷ് ജ്യൂസ് ഉണ്ടോ എന്ന് ചോദിക്കുക. ജ്യൂസ് ഉണ്ടല്ലോ, അനാറുണ്ട്, ഗ്രേപ്പ് ഉണ്ട്, മാംഗോ ഉണ്ട്, ഏതാ വേണ്ടതെന്ന് ചോദിക്കുക. അപ്പോഴത്തേക്കിന് 3 പേര് 3 എണ്ണം പറയും കേട്ടോ. നിങ്ങൾക്ക് 3 പേർക്ക് 3 ടേസ്റ്റ് ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് മധുരം എങ്ങനെയാണ്, കൂടുതൽ വേണോ കുറവ് വേണോ? അല്ലെങ്കിൽ മധുരം ബേക്കേഴ്സിലും മധുരം ഇത്തിരി കൂടുതലാണെന്നാ പുറമേയുള്ള പറച്ചിൽ എന്നിങ്ങനെ പെൺകുട്ടികൾ പറയുന്നുണ്ട്. അപ്പോൾ മധുരം കൂട്ടി 3 ജ്യൂസ് കഴിക്കാൻ. ആദ്യം ജ്യൂസ് താ, അതിനുശേഷം പിന്നെ പറയാം. ആലോചിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അവനങ്ങോട്ട് പോയിട്ട് മുല്ലപ്പൂം കണ്ണിലോ എന്നൊക്കെ പാട്ടൊക്കെ പാടുന്നുണ്ടേ. ഇന്നും ആൾ നല്ല ഫോമിലാണല്ലേ, നോക്ക് എന്ന് കൂടെ വന്നവരൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിനും നമ്മുടെ സരസ്വതി ടീച്ചർ ഉണ്ണിയപ്പമൊക്കെ ഒഴിച്ചിട്ട് എല്ലാത്തിലും ആയല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആയി. അപ്പോഴത്തേക്കിനും ഒരാളെടുത്തിട്ട് വന്നിട്ട് പറയുന്നുണ്ട്, മണം അടിച്ചിട്ട് എപ്പം തന്നെ എല്ലാവരും ഇങ്ങെത്തും എന്നൊക്കെ പറയുന്നുണ്ട്. എണ്ണ മൂത്ത തേങ്ങയുടെ മണം ഉണ്ടല്ലോ എന്നിങ്ങനെ പറയാ. കൊതി ഇറക്കല്ലേ വേണു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ടീച്ചർ വിട്ടു, എന്നാൽ ഞങ്ങൾ ബാക്കിക്കാരെ ഏറ്റെന്നൊക്കെ പറയുവാണ്. എടാ മഹേഷേ കഴിഞ്ഞു വാടാ എന്ന് പറയും കേട്ടോ. അമ്മേ കസ്റ്റമേഴ്സ് ഉണ്ട്, ഒരു 10 മിനിറ്റ്. ഇനി 10 മിനിറ്റോ? അപ്പോഴത്തേക്കിനും വീണ്ടും നമ്മുടെ മേരിയുടെ കോള് വരുന്നുണ്ട്. അന്നേരത്തേക്കിന് ഇങ്ങനെ മകനെയൊക്കെ നോക്കിയിട്ട് വീണ്ടും നോക്കിക്കൊണ്ട് നമ്മുടെ സരസ്വതി ടീച്ചറമ്മ നിൽക്കുക കേട്ടോ. നീ ഇറങ്ങിയോ? ഇല്ല, ഞാൻ അവിടെ നിൽക്കുന്നേ ഉള്ളൂ, ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറയും. അയ്യോ എത്തി, നീ അസംബ്ലിക്ക് മുന്നേ എങ്കിലും ഒന്ന് എത്താൻ നോക്ക്. എന്നിട്ട് വീണ്ടും മഹേഷിനോട് പറയണ്ടേ, എടാ ബസ് സ്റ്റോപ്പിലെങ്കിലും ഒന്ന് എത്തിച്ച് ഇതാടാ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ തൊട്ടേ പോകാമെന്ന് പറയുമ്പോഴത്തേക്കിനും അമ്മേനെ ഞാൻ കൊണ്ടുപോയി വിടാമെന്ന് പറഞ്ഞ് വഴക്കടുപ്പിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. ലാസ്റ്റ് ആ പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും മഹേഷ് അവിടെ തന്നെ കൂടുമെന്ന് അമ്മയ്ക്ക് മനസ്സിലായപ്പോൾ അമ്മ വീണ്ടും അവിടുന്ന് ആ കടയിൽ നിന്ന് എങ്ങനെ പോകണം എന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു വരിക കേട്ടോ. ആ നടു റോഡിലൂടെ വെയിലത്തൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ സരസ്വതി അമ്മ ഓർക്കുവാണ്, ചക്ക വെട്ടുന്നതും മാവ് കുഴയ്ക്കുന്നതും തുണി നനയ്ക്കുന്നതും വീട്ടിലൂടെ ഓടിപ്പാഞ്ഞ് നടക്കുന്നതും എല്ലാം മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളുമായി ബസ്സിൽ കയറി നമ്മുടെ ടീച്ചറമ്മ സ്കൂളിലെത്തുകയാണ്. അപ്പോഴത്തേക്കിനും നമ്മുടെ എയ്യോ ദേഷ്യപ്പെട്ട് നമ്മുടെ സരസ്വതി ടീച്ചറിൻ്റെ മുഖത്ത് നോക്കുന്നതോടു കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.